ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 4 മണി പലഹാരമാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് എല്ലാവരുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിന്ന് 4 മണി പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സബോള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗോതമ്പ് പൊടി. നമ്മളിപ്പോൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ സബോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നമുക്ക് ചെറുതായി ഒന്ന് നുറുക്കിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലേക്ക് വേണ്ട സബോള നമ്മൾ പൊടിയായി അരിഞ്ഞു. അതുപോലെ തന്നെ പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് കൂട്ടിയും കുറച്ചും എടുക്കാം. ഇഞ്ചിയും നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും ഒന്ന് ചെറുതായി അരിഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഐറ്റം നാളികേരം കൊത്തിയതാണ്. നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ കൊത്തുന്ന പോലെ ചെറുതായി കൊത്തിയ നാളികേരം. ഈ പലഹാരത്തിൽ നാളികേരം കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ നാളികേരക്കൊത്ത് നന്നായി ഇടുന്നത്. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് ചെറുതായി അരിഞ്ഞ സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, നാളികേരം എല്ലാം ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം വേണം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് കുഴയ്ക്കേണ്ടത്. ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കണം. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ച് ലൂസായിട്ട് വേണം അതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് കുറേശ്ശെ ഒഴിച്ച് ഗോതമ്പ് പൊടി ഒന്ന് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ചൂടുവെള്ളം ഒന്നും ഒഴിച്ച് കുഴക്കേണ്ട ആവശ്യമില്ല. സാധാരണ വെള്ളം തന്നെ ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മളിതാ കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത്തിരി ലൂസുമാണ്, എന്നാൽ നമുക്ക് പരത്താനായിട്ട് പറ്റണം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് കയ്യിൽ നന്നായി എണ്ണ തടവണം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഇത് നന്നായി ഒട്ടിപ്പിടിക്കും. ഇത് പരത്തുന്നതിൻ്റെ അടുത്ത് ഒരു പാത്രത്തിൽ വെള്ളവും നമുക്ക് വെച്ച് കൊടുക്കാം. കാരണം വെള്ളത്തിൽ തൊട്ടിട്ട് വേണം നമുക്കിതൊന്ന് പരത്തി കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് നന്നായി ഒട്ടിപ്പിടിക്കും. വെള്ളം തൊട്ട് നന്നായി പരത്തിയെടുത്ത് ഇതിനെ നമുക്ക് കയ്യിൽ നിന്ന് അടർത്തി മാറ്റി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എത്ര തിന്നായിട്ട് പരത്തുന്നോ അത്രയും ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയായി കിട്ടുകയും ചെയ്യും. നമ്മൾ രണ്ടാമത് പരത്തിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇത് ഒന്ന് മറിച്ചിടാനായിട്ട് പറ്റുള്ളൂ. ഇതൊന്ന് ഒരു വശം മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും നാളികേരക്കൊത്തൊക്കെ ഇടയിൽ കടിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ വിഭവം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മളതിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ മറിച്ചും തിരിച്ചും ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഗോതമ്പ് പൊടി ഉപയോഗിച്ചതായതുകൊണ്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്നതാണ് ഗോതമ്പ് പൊടി. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. നമ്മുടെ പലഹാരത്തിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് ഇത് ഇതിന്ന് കോരി മാറ്റാം. നമ്മൾ ഗോതമ്പ് പൊടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും മൂപ്പിച്ചിട്ട് ഉപയോഗിക്കാത്തതായതുകൊണ്ട് തന്നെ ഇതിലൊന്ന് കിടന്ന് നന്നായി ഒന്ന് അത് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഈ പലഹാരം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാലും വെളിച്ചെണ്ണയൊന്നും തീരെ ഉണ്ടാവില്ല. ഇതിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും ഇത് കഴിച്ച് നോക്കാം. ആദ്യത്തെ ട്രിപ്പ് പലഹാരം നമ്മൾ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റി. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് പരത്തിയ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുന്നതിനായിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കരുത്, അപ്പോൾ വേഗം കരിഞ്ഞു പോകും. 2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. അതിന് നമുക്കൊരു 12 എണ്ണത്തോളം കിട്ടി. നമ്മുടെ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്ക് കടിക്കുന്ന നാളികേരക്കൊത്തും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും. നമ്മുടെ ഇന്നത്തെ 4 മണി പലഹാരം ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. അടുത്തൊരു ദിവസം അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.